ഹനിഷ. ജിയാൽ ഇറാനിയാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്. ലെറ്റ്സ് ഡു ദിസ്. ഒരു ഇൻറ്റ്യൂട്ടീവ്, ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടല്ലോ, ലൈക്ക് ഒരു ഫോഴ്സ് ഇല്ലേ, ഒരു ഡ്രൈവിംഗ് ഫോഴ്സ്, ഉള്ളിലുള്ള ആ ഫയർ ഇല്ലേ, അത് എത്ര ആളി കത്തുന്നു. നിങ്ങൾക്കൊരു സാധനം ഭയങ്കരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറയുന്നത് സ്ലാക്ക് ലൈൻ എന്ന് പറയും. ചെറിയൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. ഡെലുലു എന്ന് പറയില്ലേ, അങ്ങനെ ആയിപ്പോയി, ഒരു ഡെലൂഷണൽ വേൾഡിലായിപ്പോയി. സോ മനസ്സിലായോ? എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. ടയർ പഞ്ചറായതിന് എഞ്ചിൻ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. സോ എനിക്ക് മനസ്സിലായി, എൻ്റെ എഞ്ചിന് കംപ്ലൈൻറ്റ് ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ബാധിക്കാറില്ല, ഒരു പ്രശ്നങ്ങൾ ബാധിക്കാറില്ല. ഞങ്ങളൊക്കെ ശരിക്കും ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്ത് വന്ന ആൾക്കാരാണ്. ഭയങ്കര കിക്കാണത്. ലൈക്ക് അങ്ങനെ പിന്നെ ചെയ്യണമെന്ന് ചെയ്യും തോറും ഭയങ്കര ലഹരിയായി. ഇതൊരു വൈൻ പോലത്തെ സാധനം. അത് എല്ലാ വർഷവും ഇത് ഭയങ്കര ഫിസിക്കലി ഫിറ്റ് ആണ്, അല്ലെങ്കിൽ ഹായ്, വെൽക്കം ടു ഇൻ്റർവേർഡ് ടോക്സ്. ഐ ആം ഹനിഷ. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻട്രോയിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ സ്വന്തം കുടജാത്രിയിൽ എന്ന സോങ്ങിൻ്റെ സ്വന്തം ജിയാൽ ഇറാനിയാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്. ഹായ് സർ. താങ്ക് യു സോ മച്ച് ഫോർ ദ വാം വെൽക്കം. എങ്ങനെ പോകുന്നു സിനിമ ലൈഫൊക്കെ? ലൈഫ് ഈസ് ഇൻ ദ ഫാസ്റ്റ് ലൈൻ. അത്രയും ബെസ്റ്റ് ഫേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ. എന്തൊക്കെയാണ് ഇപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ? പുതിയ വിശേഷം, സമാധാനമായിട്ട് ജീവിക്കുന്നു. അതന്നെ, സെറ്റിലായി പരിപാടികളൊക്കെ. കത്തനാരാണ് സാറിൻ്റെ പുതിയ വിശേഷം അല്ലേ? അപ്പം ഈ ഒരു ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജസ്റ്റ് എങ്ങനെയാണ് സാറിൻ്റെ ഒരു റോളിംഗ് ഒക്കെ വരുന്നത്? കത്തനാറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ബിക്കോസ് അത് എൻ്റെ അപ്കമിങ് പുതിയ പടമാണ്, വലിയ സിനിമയാണ്. സോ അതിലൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യണത്. ക്യാരക്ടർ ആക്ച്വലി എനിക്ക് തോന്നുന്നൊരു 10-15 മിനിറ്റ്സ് ഉണ്ടാവും. പക്ഷെ അത് അതിൻ്റെ ഒരു മെയിൻ ഒരു പരിപാടിയാണ്. ആൻഡ് അതിലതിൻ്റെ ഒരു ലുക്കും പരിപാടിയൊക്കെ ഭയങ്കര രസമാണ്. ഇപ്പം 1983 അല്ലെങ്കിൽ വിക്രമാദിത്യനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് സ്ക്രീൻ സ്പേസ് ഉള്ളതാണോ, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ആ എത്രത്തോളമാണ് ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്യാൻ പറ്റുക? കത്തനാർ ആക്ച്വലി അത് സിനിമയിലെ എൻ്റെ ക്യാരക്ടർ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. പക്ഷേ എനിക്ക് ആ ക്യാരക്ടറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഓക്കെ. ആ ഒരു ഫിലിമിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കാരണം ഒരുപാട് സൗത്ത് ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് ആക്ടേഴ്സ് അതിൽ കണ്ടു ഞാൻ, പോസ്റ്ററിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ട്രെയിലറിലാണെങ്കിലും. എങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ടെക്നിക്കലി ഭയങ്കര സൗണ്ടായിട്ടുള്ളൊരു ഡയറക്ടർ, അതെ, നാഷണൽ അവാർഡ് മേടിച്ച ഡയറക്ടർ. പിന്നെ അതിൻ്റെ ടെക്നീഷ്യൻസൊക്കെ ടോപ്പ് ക്ലാസ് ടെക്നീഷ്യൻസ്. സോ പിന്നെ ഇതിൽ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം ഭയങ്കര പരിപാടിയൊക്കെയാണ്. പിന്നെ അതിൽ എൻക്യാം എന്ന് പറഞ്ഞിട്ടൊരു ടെക്നോളജിയാണ് ഇതിലിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഫസ്റ്റ് ടൈമാണെന്നാണ് പറയണത്. ഇവിടെ പോയറ്റിക് എന്ന് പറഞ്ഞിട്ടൊരു മറ്റേ കളറിങ്ങും ഒക്കെ ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് അവിടെ ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ പിന്നെ എൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ അത്രയും സൈസിൽ എൻ്റെ ഒരു കട്ടൗട്ട് അവിടെ ഉണ്ടാക്കി വെച്ചേക്കുക. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ ക്യാരക്ടർ, ഇതാണ് നിങ്ങളുടെ ക്യാരക്ടർ സ്കെച്ച്, ഇങ്ങനെ ഇരിക്കും നിങ്ങളെന്ന് പറഞ്ഞു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കിളി പോയി. കാര്യം അവർ ഓരോ ക്യാരക്ടറും അതുപോലെ സെറ്റ് ചെയ്ത് ഭയങ്കര പക്ക പ്രൊഫഷണലായിട്ടൊരു ഭയങ്കര പരിപാടിയാണ് അത് പിടിച്ചു വെച്ചേക്കുന്നത്. ഇപ്പം സാറിനിപ്പോൾ ഒരു ലീഡ് റോള് അഭിനയിക്കാൻ കിട്ടിയാൽ ഇപ്പം സാറിന് ഏത് ടൈപ്പ് ഓഫ് ആയിരിക്കും അഭിനയിക്കാൻ താല്പര്യം ഉണ്ടാവുക? ഓൾറെഡി ചെയ്ത് വെച്ച പോലത്തെ കുറച്ച് നമ്മൾ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ട രീതിയിലാണോ, അല്ലെങ്കിൽ ഇപ്പം കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ടുള്ളതുണ്ടാവുമല്ലോ, ഇത് ഞാൻ തന്നെയാണോ എന്ന് ആലോചിക്കാൻ പറ്റിയ ക്യാരക്ടർ ആയിരിക്കും കൂടുതൽ ചെയ്യുക? ഒരു സാധനം വേണമല്ലോ നമുക്കൊരു ഓക്കെ ലെറ്റ്സ് ഡു ദിസ്, ഒരു ഇൻറ്റ്യൂട്ടീവ്, ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടല്ലോ, ലൈക്ക് ഒരു ഫോഴ്സ് ഇല്ലേ, ഒരു ഡ്രൈവിംഗ് ഫോഴ്സ്. സോ ആ സാധനം വരികയാണെങ്കിൽ ഐ ഡു. ഞാൻ എന്ത് ചെയ്യണമെങ്കിലും ലൈക്ക് അതിൻ്റെ ഒരു 100% കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് എന്നെ പേഴ്സണലി സാറ്റിസ്ഫൈഡ് ആക്കി കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. ഞാൻ ഒത്തിരി സിനിമയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരു 10-14 സിനിമകൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ മിക്കവാറും ചെയ്ത സിനിമകളൊക്കെ എല്ലാം ലാർജ് സ്കെയിലുള്ള മൂവീസാണ്. കുടജാത്രി എന്നുള്ള സോങ് ഭയങ്കര ഹിറ്റാണ് അല്ലേ? ഇപ്പോൾ 90s കിഡ്സിനാണെങ്കിലും ഇപ്പോഴാണെങ്കിലും നമ്മൾ ആ ഒരു സോങ് എല്ലാ കിഡ്സിലും ഒരേപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സോങ് ആണത്. അപ്പം ഈ ഒരു സോങ്ങിലേക്ക് സാറ് വരാനുണ്ടായ ഒരു ജേണി ഉണ്ടാവുമല്ലോ, അതായത് ഫസ്റ്റ് സാറിൻ്റെ ഒരു സോങ് ആണത് അല്ലേ? ഇപ്പം ഈ സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ വരുന്നതിന് മുന്നേ. അപ്പം ഈ ഒരു ജേണി എങ്ങനെയായിരുന്നു? അപ്പം 2005 ആ കാലഘട്ടത്തിൽ ഇവിടെ ഒത്തിരി ആളുകളൊന്നും മോഡലിംഗ് പരിപാടിയായിട്ട് ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ
ശരിക്കും ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്ത് വന്ന ആൾക്കാരാണ്. അപ്പം ഞാനൊക്കെ ഇവിടെ ഞങ്ങളൊരു 2003 ഇവിടെ മോഡലിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഒരു പരിപാടി എന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ഈ ഷാർപ്പ് ജോ ലൈനുള്ള ആൾക്കാരൊന്നും ഇവിടെ വേണ്ട. ബിക്കോസ് ദേ നീഡ് ഒരു മലയാളി ലുക്കുള്ള ഒരു ഇച്ചിരി ചബ്ബിയായിട്ടുള്ള ലൈക്ക് ഒരു ക്യൂട്ട് ഫേസ്, കുറച്ച് ചെറിയ മുസ്റ്റാക്കൊക്കെ ഉള്ളൊരു അങ്ങനത്തെ കൈൻഡ് ഓഫ് ആളുകളുടെ ഒരു പ്രളയമായിരുന്നു ഇവിടെ. സോ അതിൻ്റെ ഇടയിലേക്ക് നമ്മൾ ഈ ഇടിച്ച് കയറിയിട്ട് നിൽക്കാനൊരു സ്പേസ് ഉണ്ടാക്കിയതാണ്. അതങ്ങനെ എങ്ങനെ സാധിച്ചു എന്ന് വെച്ചാൽ, ഞാൻ ആ സമയത്ത് ഒരു അഡ്വർടൈസിങ് ഏജൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ആ അഡ്വർടൈസിങ് ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് മീഡിയ ആയിട്ടുള്ള കുറച്ച് കണക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ നമ്മൾ ഈ ആഡ് ക്ലബിൻ്റെ മീറ്റിങ്ങിനും അതിനൊക്കെ പോകുമ്പോൾ കുറച്ച് അഡ്വർടൈസിങ് ഏജൻസികളിലെ ആളുകളായിട്ടുള്ള പരിചയം ഉണ്ടായിരുന്നു. സോ ആ പരിചയം നമ്മൾ മുതലെടുത്ത് നമ്മൾ ആ സമയത്ത് ഭയങ്കര തീവ്രമായിട്ടുള്ള ആഗ്രഹമാണ്, ഭയങ്കര ഫയറാണ്. ലൈക്ക് അത് എൻ്റെ ആദ്യത്തെ ഒരു ഫോട്ടോ വനിതയിൽ വന്നിട്ട് ഭയങ്കര റെസ്പോൺസായിരുന്നു. സോ ആ ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര കിക്കാണത്. ലൈക്ക് പീപ്പിൾ ആർ കോളിങ്. എന്നിട്ട് എല്ലാവരും വനിതയിലെ ഒരു ഹെയറിൻ്റെ ഒരു പരിപാടിയായിരുന്നു. സോ അതിൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അതിൽ എനിക്ക് 2 ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഓക്കെ, അത് ഭയങ്കര ഹിറ്റായിരുന്നു. ലൈക്ക് കുറേ ആൾക്കാർ എന്നെ വിളിച്ചപ്പോഴേക്കും എൻ്റെ കിളി പോയി, ലൈക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെയുള്ള ഒരു ചിന്തയായിരുന്നു. അങ്ങനെ പിന്നെ ചെയ്യണമെന്ന് ചെയ്യും തോറും ഭയങ്കര ലഹരിയായി. എനിക്ക് പരിചയമുള്ള ഒരാളാണ് മിസ്റ്റർ ജബ്ബാർ കല്ലറക്കൽ. പുള്ളി ഒരു ആഡ് ഫിലിം മേക്കറാണ്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു സാധനം ചെയ്യാനുണ്ട്, നിൻ്റെ ഒരു കൈൻഡ് ഓഫ് ലുക്കിനെ പറ്റിയൊരു പരിപാടിയാണ്. സോ ഒന്ന് വന്ന് കാണാൻ പറഞ്ഞു. വന്നു, കണ്ടു, പരിപാടി പിടിച്ചു. ഇതൊരു വൈൻ പോലത്തെ സാധനം. അത് എല്ലാ വർഷവും ഇത് ആ സമയത്ത് പിന്നെ വേറെ ഈ സോഷ്യൽ മീഡിയ ഒന്നും അത്ര ആക്റ്റീവ് അല്ലല്ലോ. അങ്ങനെയുള്ള അതെ അതായിരുന്നു നമുക്ക് ആകെയുള്ള ഒരു സൗകര്യം. ഇത് കാണണമെന്നുണ്ടെങ്കിൽ അതിനൊരു ടൈമുണ്ട്. എനിക്ക് തോന്നുന്നു ഈവനിങ് ഒരു 5 or 6. അപ്പോൾ ഈ കൈരളി വീലും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ വേറെ ഒരു ചാനലുണ്ടായിരുന്നു, ഏഷ്യാനെറ്റ് മിസ്റ്റ്. സോ ഈ 2 ചാനലുകളിലാണ് ഇത് കണ്ടിന്യൂസ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്തൊരു കുറച്ച് സോങ്സ് ഉണ്ടായിരുന്നു ഈ ഇങ്ങനത്തെ ഒരു പാറ്റേണിലുള്ള. അപ്പോൾ അതങ്ങനെ കയറിപ്പോയി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ 2018 ഹിറ്റ്, 2022 ഹിറ്റ്, 2026 ഹിറ്റ്. മിനിഞ്ഞാന്നും ആൾക്കാർ വിളിച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ടിട്ട്. സോ ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് ദിസ്. ഇങ്ങനെ ഇത് ഇപ്പോഴും യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ പീപ്പിൾ ആർ ലൈക്ക് ഇങ്ങനെ ഉണ്ടാവും. 2026 കാണുന്നവർ ഇവിടെ ലൈക്ക് അടി എന്ന് പറഞ്ഞിട്ടൊരു സ്പേസ് ഒക്കെ ഉണ്ടാവും. 26 മെയ്യിൽ കാണുന്നവർ ലൈക്ക് അടി, അങ്ങനെ കുറച്ച്. അപ്പോൾ നമുക്കറിയാം പീപ്പിൾ ആർ വാച്ചിങ് സ്റ്റിൽ. ഇപ്പോഴും അതിൻ്റെ പുറകിലുണ്ടെന്നുള്ളത്. അതൊരു ഇങ്ങനത്തെ പ്രോസസ്സാണ്. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഒരു ലൂപ്പാണത്. ആക്ച്വലി സാർ ഭയങ്കര ഫിസിക്കലി ഫിറ്റ് ആണ്, അല്ലെങ്കിൽ ബോഡി ആണെന്നുണ്ടെങ്കിലും. അതെ, ഓക്കെ. അപ്പം ആ ഒരു ഫിറ്റ്നസ് ആ ഒരു ടൈമിലേ ഉണ്ടായിരുന്നു സാറിന്. അപ്പം ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? എൻ്റെ ഡാഡിൻ്റെ അടുത്ത്, ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ നിന്നെ ഞാൻ ജിമ്മിൽ ചേർക്കാമെന്ന് പറഞ്ഞു. അതാണ് എനിക്കുള്ള ഓഫർ. അതുവരെ ഫാദറിന് ജിമ്മെന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനോടെ പുള്ളി അപ്പോൾ പനി വന്നാൽ തീർന്നു, ജിം അത്രേ ഉള്ളൂ എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു ചിന്തയിലാണ് പുള്ളി ഇരിക്കുന്നത്. അങ്ങനെ എന്നോട് ഇങ്ങനൊരു ഓഫർ വന്നപ്പോഴേക്കും ഞാൻ പിന്നെ നമുക്ക് ഫയർ കൂടുമല്ലോ, കാര്യം ജിമ്മിൽ പോവാമല്ലോ. അങ്ങനെ പഠിച്ച് പാസ്സായി. കറക്റ്റ് 248 മാർക്ക്, കറക്റ്റ് 248. അവിടെ നിന്ന് പുറത്തേക്ക് പോകാനുള്ള മാർക്ക് കറക്റ്റ് ജയിച്ച്. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ ജിമ്മിൽ ജോയിൻ ചെയ്തു. പിന്നെ അന്നോട്ട് ഇന്ന് വരെ രാവിലെ എണീച്ച് ചെടിക്ക് വെള്ളമൊഴിച്ച് പാട്ട് കേട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് കാം ഡൗൺ ചെയ്ത് ഭക്ഷണം കഴിച്ചു, ജിമ്മിൽ പോയി, തിരിച്ചു വരും, എന്നിട്ട് എൻ്റെ വർക്ക് പോകും. ഇപ്പം സാറിൻ്റെ ഒരു ഫീൽഡ് നോക്കുകയാണെങ്കിൽ സാർ ഇപ്പം ഒരുപാട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്, 14 ഫിലിംസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു സാറ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയിട്ടില്ല, അല്ലെങ്കിൽ സാറിന് എപ്പോഴെങ്കിലും എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത് ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നിയിട്ടില്ല, ഇപ്പം റിഗ്രറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു റോളുണ്ടോ? അല്ലേ, നമ്മൾ പുതിയ പരിപാടികൾ, അടുത്ത പരിപാടികൾ, അതിൽ ഉള്ള എക്സൈറ്റ്മെൻറ്റിൽ പിടിക്കുക എന്നുള്ളതാണ്. അല്ലാതെ കഴിഞ്ഞതിനെ കുറിച്ചിട്ട് പോയി. അല്ലെങ്കിൽ ഇപ്പം സാറിന് ഇപ്പം ഇന്ന റോള് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ചാലഞ്ചിങ് ആയിട്ട് ഇത് കുറച്ചും കൂടി ആക്ടിവേറ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ, അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല മോളെ. നമുക്കിത് ചെയ്യണമെങ്കിൽ അതിനുള്ള സംവിധാന അവസരമൊക്കെ വേണമല്ലോ. സോ നമുക്ക് വരുന്ന സാധനങ്ങളിൽ നമുക്ക് മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു അത് ചെയ്യാൻ ശ്രമിക്കുക, അതാണ്. ഇപ്പം ഈ ഒരു കുടജാദ്രി സോങ്ങിനെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ഇപ്പം ഇപ്പോഴും അത് ഓർത്തിട്ട് സാറിനിപ്പം ഒരു ഫാൻ ബോയ് ബേസിലൊക്കെ ആരെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പം ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ടോ?
ഇഷ്ടം പോലെ ആൾക്കാർ. ഇപ്പം ഞാൻ പറഞ്ഞില്ല മിനിഞ്ഞാന്ന് കൂടെ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ അങ്ങനെയാണെങ്കിൽ? ആ കുട്ടി പാട്ട് സ്ഥിരം കേൾക്കണ എൻ്റെ പാട്ട് 10 വയസ്സല്ല, ഇപ്പോൾ ഒത്തിരി വർഷം മുമ്പത്തെ കഥയാണ്. അപ്പോൾ ടി വിയിൽ വരുമ്പോൾ ഇത് കാണും, ഇത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇത് ഈ കുട്ടി വിചാരിച്ചിങ്ങനെ ഈ ടാർസ് എന്ന് പറയുന്ന ഈ മറ്റേ ബാലിൻ്റെ മേലൊക്കെ വായിക്കുന്ന പോലത്തെ ഒരു വേറൊരു സാധനം, ഒരു എന്തോ ഒരു വലിയൊരു വേറൊരു സാധനം എന്ന് വിചാരിച്ചിരിക്കുക. അങ്ങനെ ഈ കുട്ടിയുടെ അടുത്ത് അവിടെ ഹോട്ടലിൽ ആരോ പറയാം എന്തോ എങ്ങനെ കുട്ടി അറിഞ്ഞു. എന്നിട്ട് കുട്ടി എന്നെ കാണാൻ വന്നു, ഡ്രൈവർ വിളിച്ചിട്ട് ഡ്രൈവറായിട്ട് ഒറ്റയ്ക്ക് കാണാൻ വന്നു, എന്നെ കാണാൻ വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് ഞാനത് ഓർത്തത്. ഓക്കെ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടല്ലേ? യാ. ഓക്കെ, ഇപ്പം ഇനി ഒരു സിനിമാ ഫീൽഡിൽ വരുന്ന ആൾക്കാരോട് സാറിന് എന്തെങ്കിലും അഡ്വൈസ് പറയാനുണ്ടോ? ഇപ്പം അധികം ആൾക്കാർ ഇപ്പം ടിക്ടോക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും അധികം ആൾക്കാരും ചെയ്യുന്നത് സിനിമാ ഫീൽഡ് സ്വപ്നം കണ്ടുകൊണ്ടാണ് അല്ലേ? അപ്പം അവരോട് സാറിന് എന്താണ് ഒരു അഡ്വൈസ് പറയാനുള്ളത്? ഉള്ളിലുള്ള ആ ഫയറില്ലേ, അത് എത്ര ആളി കത്തുന്നു. അപ്പോൾ നിങ്ങൾ ആ ആളലാണ് നിങ്ങൾ എവിടെയെങ്കിലും എത്തിക്കുക എന്ന് പറഞ്ഞാൽ. സോ ആ ആളലിൻ്റെ ശക്തി കൂട്ടുക, മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു സാധനം ഭയങ്കരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ. എനിക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വർക്ക് ചെയ്യാതെ ഒരു പരിപാടി നടക്കില്ല. നമ്മൾ ഒരു സൈഡിൽ നിന്ന് നമ്മളുടെ എഫേർട്ട് നമ്മൾ ഇടുക. ഓക്കെ, ഇപ്പം സാറിലെ റിയൽ ലൈഫിൽ പരിപാടീസ് എന്തൊക്കെയാണ്? 24 മണിക്കൂർ എന്തെങ്കിലും പരിപാടികൾ, ലൈക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ കഴിഞ്ഞ വർഷത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കും. അറ്റ്ലീസ്റ്റ് ഒരു വൊക്കാബുലറി എങ്കിലും ഞാൻ പുതിയതായിട്ട് പഠിച്ചിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്നെ ചലഞ്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ചലഞ്ചിങ് ആയിട്ടുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറയുന്നത് സ്ലാക്ക് ലൈൻ എന്ന് പറയും. സ്ലാക്ക് ലൈൻ എന്ന് പറയണത് ഇറ്റ്സ് എ തിൻ റോപ്പ്. സോ അത് 2 പോയിന്റിൽ കണക്ട് ചെയ്തിട്ട് വി വാക്ക് ത്രൂ ഇറ്റ്. അങ്ങനെ അതിൻ്റെ മുകളിൽ വി വാക്ക് ഓൺ, അതിൻ്റെ മുകളിൽ നടക്കും. സോ അതിൻ്റെ തന്നെ കുറച്ചും കൂടെ നെക്സ്റ്റ് ലെവലപ്പ് വേർഷൻ അത് വന്നിട്ട് ഹൈലൈൻ എന്ന് പറയും. ഹൈലൈൻ എന്ന് പറയുമ്പോൾ ഒരു മൗണ്ടനിൽ നിന്ന് മറ്റൊരു മൗണ്ടനിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ അർബൻ ലൈനാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഒരു ബിൽഡിങ്ങിൽ നിന്ന് മറ്റൊരു ബിൽഡിങ്ങിലേക്ക് ടോപ്പിലിട്ടിട്ട് നമുക്ക് അതിൻ്റെ സേഫ്റ്റി സാധനങ്ങളൊക്കെ ഉണ്ടാവും, ലൈക്ക് ഹാർനസ്സും പരിപാടിയൊക്കെ ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഞങ്ങൾ നടക്കും. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം, എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എവറസ്റ്റ് ബേസ് ക്യാമ്പ്. സർ, 2021 ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആയിട്ട് ചെറിയൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നല്ലോ. അപ്പം അതിൻ്റെ എന്തായിരുന്നു യഥാർത്ഥത്തിൽ? എന്താ നിങ്ങൾ പറയാം, അവിഹിതം എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇന്നത്തെ കാലത്ത് സിറ്റുവേഷൻ അതാ പറഞ്ഞ ഇൻഫെർട്ടിലിറ്റി. സോ അതങ്ങനെ സംഭവിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുറേ പ്രശ്നങ്ങളായി. അത് പിന്നെ അതിങ്ങനെ തീർന്നു കഴിയുമ്പോഴേക്കും നമുക്കൊരു എന്താണെന്നറിയോ, നമ്മുടെ മാരേജ് ലൈഫിൽ നമ്മുടെ ആ ഒരു സ്പേസിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടാത്തതായിട്ടുള്ള കുറേ നമ്മൾ മിസ് ചെയ്യണ കുറേ എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. സോ അത് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു നോവൽറ്റി ഉണ്ടല്ലോ. സോ അതിനെ ബേസ് ചെയ്തിട്ട് കുറേ എന്ന് വെച്ചാൽ എവറി ഡേ എനിക്ക് സർപ്രൈസസ് ആയിരുന്നു. ലൈക്ക് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ആയിട്ട്, ലൈക്ക് ഞാൻ അതുവരെ ഒരു ഫാമിലി മാനായി വൈഫ് കുട്ടി അങ്ങനെ ഒരു പരിപാടി അതിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിപ്പുറത്തെ എൻ്റെ ഇഷ്ടങ്ങൾ, ലൈക്ക് എനിക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ഞാൻ മറന്ന് വേറൊരു സീനിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. അവിടെ എനിക്ക് പാട്ട് ഇഷ്ടമാണ്, എനിക്ക് യാത്ര ചെയ്യുന്നത് ഇഷ്ടമാണ്, അങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ എനിക്ക് ഈ സൈഡിൽ നിന്ന് കിട്ടാൻ തുടങ്ങിയപ്പോഴേക്കും ലൈക്ക് ഞാനതിൽ ആ ഒരു ഡെലുലു എന്ന് പറയില്ലേ, അങ്ങനെ ആയിപ്പോയി, ഒരു ഡെലൂഷണൽ വേൾഡിലായിപ്പോയി. സോ അതിനുശേഷം പിന്നെ ഞാൻ വേറെ എനിക്കൊരു ഗേൾ ഫ്രണ്ട് വന്നു. ലൈഫിൽ അങ്ങനെയാണല്ലോ, ഒന്നും എവിടെയും അവസാനിക്കുന്നില്ല, എല്ലാം പുതിയത് തുടങ്ങുകയാണ്. അങ്ങനെയാണല്ലോ ലാലേട്ടൻ അങ്ങനെ പറയണം. സോ പുതിയൊരു സ്പേസിൽ പുതിയൊരാൾ, അത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇതിലൊന്നും വലിയ കാര്യമില്ല. മനസ്സിലായ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് യു ആർ റെസ്പോൺസിബിൾ. അപ്പോൾ ആ ഒരു സ്പേസ് നിങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കുക. നിങ്ങൾ സന്തോഷമാക്കി വെക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തം. സോ ഞാനതിനു വേണ്ടി പണിയെടുത്തു, എൻ്റെ വെൽനെസ്സിന് വേണ്ടി ഞാൻ പണിയെടുത്തു. എനിക്കെന്താ പ്രശ്നം, ആർക്കും ആരെ നന്നാക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ ആ സമയത്ത് ഒത്തിരി പരിപാടികൾ പിടിച്ചു നോക്കി. എന്നിട്ട് അവസാനം എനിക്ക് എന്നെ സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റുന്ന പരിപാടികൾ എന്താണോ അത് ഫിസിക്കലി മെൻ്റലി എൻ്റെ കൺട്രോൾ പോയ സ്ഥലം എവിടെയൊക്കെയാണ് അത് ഞാൻ റെക്ടിഫൈ ചെയ്തു. സെൽഫ് ലെവല ആക്ച്വലി നമ്മൾ അത് റെക്ടിഫൈ ചെയ്തു, ആ ഏരിയ നമ്മൾ കറക്റ്റ് ചെയ്തു. മനസ്സിലായി? ഇപ്പോൾ
ടയർ പഞ്ചറായതിന് എഞ്ചിൻ നന്നാക്കേണ്ട കാര്യമില്ലല്ലോ. സോ എനിക്ക് മനസ്സിലായി എൻ്റെ എഞ്ചിന് കംപ്ലൈൻറ്റ്. സോ ആ എഞ്ചിൻ നന്നാക്കാനുള്ള പരിപാടികൾ ഞാനത് പഠിച്ചു. ആളുകൾക്ക് എപ്പോഴും പറഞ്ഞു തരാനേ പറ്റുള്ളൂ, അത് പ്രാക്ടിക്കലാക്കേണ്ടത് നമ്മളാണ്. സോ ഞാനതിനു വേണ്ടി ചിന്തിച്ചു, പ്രവർത്തിച്ചു, എനിക്ക് വേണ്ടി പണിയെടുത്തു, ഇപ്പം ഹാപ്പിയാണ്. ഞാൻ എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടിനോട് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ അവരോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് പോലും എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്, ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്, അത്ര ഇഷ്ടപ്പെടുന്നത്. കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. സോ ആ സന്തോഷത്തിന് വേണ്ടിയാണ് നിങ്ങൾ വരുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി എനിക്ക് എന്നെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് എൻ്റെ തലയിൽ കൂടെ പോകുന്നത്. ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ബാധിക്കാറില്ല, ഒരു പ്രശ്നങ്ങൾ ബാധിക്കാറില്ല. ഇത് ബാധിക്കണ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ റിയാലിറ്റി അഡ്മിറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. ഡെലുലു ആകുമ്പോഴാണ് ഈ പ്രശ്നം വന്നത്. അല്ല, നമ്മൾ റിയാലിറ്റി അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് ഈ സമയത്ത് ഇത് ഇങ്ങനെയാണിത് എന്ന് നമ്മളാരും ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. മനസ്സിലായോ? അപ്പോൾ ആ ആക്സെപ്റ്റൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും തോന്നല്ല. അതുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ഒരു പർട്ടിക്കുലർ ടൈം, ഒരു ഇച്ചിരി സമയം കഴിയുമ്പോഴേക്കും നമുക്കത് കളയാൻ പറ്റും. അത് കൊണ്ട് നടക്കണ്ട, ആ വികാരങ്ങളെ താലോലിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഫേസിൽ കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കണം ഇപ്പോൾ. എന്നുവെച്ചാൽ ഒരു സാധനം അലട്ടുന്നില്ല. പിന്നെ ഭയങ്കര ബ്ലെസ്ഡാണ് ഞാൻ. എനിക്ക് ആലോചിക്കുന്ന കാര്യങ്ങളൊക്കെ, ഗ്രാറ്റിറ്റ്യൂഡ്, എല്ലാ സാധനവും, മിക്കവാറും സാധനങ്ങൾ അങ്ങനെ എനിക്കങ്ങനെ കിട്ടാത്തതായിട്ടൊന്നുമില്ല. ലൈക്ക് ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മിക്കവാറും എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പിന്നെ ഒന്നിനെക്കുറിച്ച് ഞാൻ വറീഡല്ല. പിന്നെ എനിക്കൊരു എന്താ പറയുക, എനിക്കൊരു മകനുണ്ട്. ആൻഡ് ഹീസ് സോ ഗുഡ്, ഭയങ്കര അടിപൊളിയാണ്. ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയൊരു കുട്ടിയാണ്. ആൺകുട്ടീനെ വേണമെന്ന് വിചാരിച്ച് തന്നെ ഉണ്ടാക്കിയൊരു കുട്ടിയാണ്. സോ എൻ്റെ ഒരു എന്താ പറയുക, സെറോക്സ് കോപ്പിയാണ് എൻ്റെ മകൻ. ഞാൻ ചെയ്യുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് അവൻ ചെയ്യുന്നു. എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്നു. എന്നെ എല്ലാ സെക്കൻഡിലും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരുത്തൻ. എത്ര വയസ്സ്? അവനിപ്പോൾ 10 വയസ്സായി. അപ്പം നമുക്ക് കുറച്ച് ഗെയിംസ് ഉണ്ട് ഇതിൽ. അപ്പം നമുക്ക് ഗെയിംസിലോട്ട് പോവാം. ഗെയിംസ് ഇത്രയാണ്, നമ്മളൊരു പിക്ചർ കാണിച്ചു തരും. അപ്പം ആ ഒരു ഫിലിം ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പം ഇതാണ് പിക്ചർ വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു പിക്ചറിൽ ആ ഒരു ഫിലിമിൻ്റെ ചെറിയൊരു ഭാഗം സിംബിളൈസ് ചെയ്ത്. മലയാളം പടമാണോ? അതെ അതെ അതെ. ചെരവൻ ഗിറ്റാറിൻ്റെ കവറല്ലേ? അതെ അതെ. പാസ്. അടുത്ത ചോദ്യം. ആൻസർ പറയട്ടെ? ഇത് കല്യാണരാമനിലുള്ള. ഓ, പക്ഷെ വയലിനോട് നിന്ന് വയലിൻ്റെ അതിൽ അല്ല, വയലിന് മറ്റേ അതിൻ്റെ ഉള്ളിൽ ചിരവ. വയലിൻ്റെ ഉള്ളിൽ ചിരവേ? ദിലീപ് അതിൽ വയലിൻ്റെ ഇത് വെച്ചിട്ടാണ്. ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടില്ല പടം. 2 bullets missing. കിഷ്കിന്ധാകാന്ഡം അല്ലേ? ഇത് 1983 അല്ലേ? യെസ്, കറക്റ്റ് ആൻസർ. ഓക്കെ. 2. അടുത്തത് അതെന്താ, കുപ്പിയിൽ വിമാനം? കുപ്പിയിൽ വിമാനം. ഇത് പൃഥ്വിരാജിൻ്റെ ഒരു ഫിലിമാണ്. അല്ല, സോറി, ആസിഫ് അലിൻ്റെ ഫിലിം. സോറി, മാറിപ്പോയതാ. അല്ല, ടൊവിനോൻ്റെ ഒരു ഫിലിം. പിന്നെ പൃഥ്വിരാജ്, ആസിഫ് അലി, ടൊവിനോ. എല്ലാവരെയും പേര് പറഞ്ഞല്ലോ. ടൊവിനോ ഉണ്ട്, ആസിഫ് അലി ഉണ്ട്. ഉയരെ. അതെ, യെസ്, കറക്റ്റ് ആൻസർ. ബോളിൽ നീട്ടിൽ വെച്ച് കുത്തി വെച്ചേക്കണം. ഇതൊക്കെ ഏത് പടം ഇത്? പറവ. യെസ്, കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ഇതാണ് ഭയങ്കര ഇൻട്രസ്റ്റ്. എന്താന്ന് പോലും മനസ്സിലാവണ്ട. ടോയ്ലറ്റ് ആണോ? പബ്ലിക് ടോയ്ലറ്റ് അല്ലേ? നമുക്ക് ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു ഫിലിമാണ്. അയ്യോ, അപ്പുറത്തേക്ക് ദൃശ്യം. യെസ്, കറക്റ്റ് ആൻസർ. 6 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 5 ശരിയാക്കി. ഗിഫ്റ്റ് ഒന്നുമില്ല. അപ്പം ഇനി പുതിയ കമ്മിറ്റ് ചെയ്തിട്ടുള്ള വർക്ക്സ് എന്തൊക്കെയാണ്? പുതിയതായിട്ട് സിനിമകളല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ കുറച്ച് ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ തീർക്കണം. പിന്നെ ചെറിയ പരിപാടിയുണ്ട്, ബിസിനസ് പരിപാടി. അപ്പോൾ അത് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പിടിക്കണം. പിന്നെ സിനിമ അടുത്ത മാസം റിലീസുണ്ട്. പിന്നെ അതല്ലാതെ കുറച്ച് ഈ ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഷൂട്ട്സ് ഉണ്ട്. സോ അത് ചെയ്യണം. അങ്ങനെയുള്ള പരിപാടികൾ. അപ്പോൾ കുറേ പ്ലാൻസ് ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ കൂടെ ഖത്തറിൻ്റെ വിശേഷങ്ങളുമായിട്ട് ജിയാദ് ഇറാനി ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ താങ്ക് യു സോ മച്ച്. വേറെ ഒന്നും പറയാനില്ല. ഖത്തനായ സിനിമ ഇറങ്ങുമ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് എക്സ്പീരിയൻസ്. അതൊരു എഡ്ജ് ഓഫ് ദ സീറ്റ്, ആ ഒരു ത്രില്ലർ പരിപാടിയാണ്.
എൻ്റെ സ്റ്റണ്ട് ചെയ്തേക്കണ ജാക്കി ചാൻ്റെ ആ ടീമിലുള്ള ഒരു കൊറിയൻ അങ്ങനത്തെ ആളുകളാണ്. ഓക്കെ. പിന്നെ അതിലെല്ലാം അങ്ങനത്തെ ടെക്നീഷ്യൻസ് ആണ്. ഭയങ്കര തിയേറ്ററിക്കൽ തിയേറ്ററിക് എക്സ്പീരിയൻസ്. സൗത്ത് ഇന്ത്യയിലെ ലീഡ് അനുഷ്ക ഷെട്ടി ഉണ്ട്, പ്രഭുദേവ ഉണ്ട്, അങ്ങനെയുള്ള ഒത്തിരി ആക്ടേഴ്സും എല്ലാം. ഇതൊരു ഭയങ്കര ഒരു നല്ലൊരു പരിപാടിയാണ്. സോ എവറിബഡി പ്ലീസ് ഗോ തിയേറ്റേഴ്സ് ആൻഡ് വാച്ച് the movie. It will give you a surreal experience. So thank you so much for calling me here. Okay, thank you, sir. Thank you. Thank you. So, it's me, Hanisha, signing off from Interval Talks.